ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പത്രത്തിലേക്ക് നമുക്ക് നോക്കിയാൽ ഇന്ന് BJP കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ഹെഡിങ്ങാണ് ആദ്യമേ ഉള്ളത്. അംബേദ്കറിനെ കുറിച്ചുള്ള ഒരു അമിത്ഷായുടെ പരാമർശത്തെ തുടർന്ന് പാർലമെൻറ്റ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ നമുക്ക് നോക്കാനുള്ള വാർത്തകൾ നോക്കിയാൽ ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ആന എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അത് 3 മീറ്റർ അകലം പാലിക്കണം, എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളായിരുന്നു. 3 മീറ്റർ അകലം പാലിച്ച് ആനകളെ എങ്ങനെ നിർത്താൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. പകൽ 9 മുതൽ 5 മണി വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്ന് പറയുന്ന കുറേ നിർദ്ദേശങ്ങളെയാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫ്രണ്ട് പേജിലെ വാർത്ത. പിന്നെ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട പെൻഷൻ തട്ടിപ്പിൽ 6 പേർക്ക് സസ്പെൻഷൻ ആയിട്ടുണ്ട്. കൊടുത്ത തുക 18% തുക പിഴ സഹിതം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോളറിന് 85.08 പൈസ തകർച്ച അത്രയിൽ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് പിന്നെ ഉള്ള വാർത്തകൾ. ഇനി നമ്മൾ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉള്ളത് 15 രൂപ അധിക പാൽവില പ്രഖ്യാപിച്ച് മിൽമ എന്ന് പറയുന്നുണ്ട്. മിൽമയ്ക്ക് 15 രൂപ അധിക പാൽവില എഴുതിയിട്ടുണ്ട്. ഇനി പിന്നെ ഇന്ന് IFFK തീരുകയാണ്. ഇപ്പോൾ ഈ വർഷം വളരെയധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു IFFK ആയിരുന്നു. 29ാമത്തെ എഡിഷനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ പരിപാടിയുടെ ഓരോ സുവർണ്ണ ചകോരം അതൊക്കെ PSC ഒക്കെ പറയുമ്പോൾ സമയത്ത് അതിൽ എത്രാമത്തെ എഡിഷനാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. IFFK 29ാമത്തെ എഡിഷനാണ് IFFK ഈ വർഷം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട സുവർണ്ണ ചകോരമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആൻഡ് ഹുയ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IFFK അറിയായിരിക്കും നിങ്ങൾക്ക്. അതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, പിന്നെ സുവർണ്ണ ചകോരം ഇതൊക്കെ കിട്ടിയത് ആർക്കാണ്? ഈ വർഷം 29ാമത് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. 29ാമതെന്ന് ചോദിക്കാം. പിന്നെ ചോദിക്കാറുള്ളത് ഈ വർഷത്തെ ഈ 2024 വർഷത്തെ എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ എഡിഷനും പിന്നെ വർഷവും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക, അത് ഓർക്കുക. പിന്നെ അടുത്ത് നോക്കിയാൽ നടി മീന ഗണേഷ് അന്തരിച്ചു എന്നുള്ളൊരു വാർത്ത ഉണ്ട്. നടി മീന ഗണേഷ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ പ്രശസ്തമായ നടിയാണ്. പഴയ ഒരുപാട് സിനിമകളിലും പുതിയ സിനിമകളിലൊക്കെ ഉള്ളതാണ്. പിന്നെ M. മുകുന്ദന് നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. പിന്നെ ഹെമ കമ്മിറ്റി നോഡൽ ഓഫീസർക്ക് പരാതി നൽകാമെന്ന് പറയുന്നുണ്ട്. ഇനി നിക്ഷേപ തട്ടിപ്പിന് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പെടുന്നതാണ്. അപ്പോൾ പണം ഇരട്ടിപ്പിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ പോയാൽ മലയാളികളുടെ സൽപ്പേരിന് മേൽ ലഹരിയുടെ വിഷക്കറ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനമാണ് എഡിറ്റോറിയൽ പേജിൽ മാധ്യമം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴ് ജനങ്ങൾ ഗൾഫിലോട്ടും അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ അവരിൽ പൈസ ഇങ്ങനെ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ കൊടുത്തു വിടുന്നു. അപ്പം അത് പിന്നീട് ഇവർക്ക് അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാവാത്ത ആൾക്കാരാണ്. എത്ര വലിയ പ്രശ്നമാണെന്ന്, 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അങ്ങനെ പെട്ടതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാരിയറായിട്ട് പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുക. പിന്നെ അംബേദ്കറെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഇതിൽ എഡിറ്റോറിയൽ പേജിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേജ് പകുതി അംബേദ്കറെ കുറിച്ചുള്ള കൂടുതൽ BJP കോൺഗ്രസ് പ്രതിഷേധ സമരങ്ങളെക്കുറിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നമായിട്ട് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്ന കാര്യമായിരിക്കും. ഈ ലോക് നായക് JP പുരസ്കാരം തമ്പാൻ തോമസിന് എന്ന് പറയുന്നൊരു ചെറിയ ലേഖനമുണ്ട്. പിന്നെ അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കാം. അടുത്ത
പരീക്ഷാഫലം ചോരുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇപ്പം വരാറുണ്ട്. അപ്പോൾ പരീക്ഷ റിസൾട്ട് ചോരുന്നതിനെക്കുറിച്ചും ഡിഗ്രി 4 വർഷം ഡിഗ്രി കോഴ്സിൻ്റെ റിസൾട്ട്. ഇനി അടുത്ത പേജിൽ നോക്കിയാൽ ഇതിൽ വിദേശത്ത് നിന്ന് സ്വർണ്ണാഭരണം കൊണ്ടുവരുന്നതിന് തിരിച്ചടി, നിയമത്തിന് പഴയ വില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ലേഖനമുണ്ട്. കസ്റ്റംസ് ബാഗേജ് ഡിക്റ്ററേഷൻ നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത വിദേശത്ത് നിന്ന് സ്വർണ്ണാഭരണം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തയുണ്ട്. ഇനി അടുത്ത പേജ് നോക്കിയാൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞെന്നുള്ള വാർത്ത ഉണ്ട് കേട്ടോ. ഇതിൽ അശ്വിൻ വിരമിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ വിരമിച്ചത് അത് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് അശ്വിൻ വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായി അശ്വിൻ വിരമിച്ചു. അപ്പോൾ അതിനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അശ്വിൻ ആണ് വിരമിച്ചത്. വളരെ റൈറ്റ് ടൈമിലാണ് അദ്ദേഹം വിരമിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ലാസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോട്ടീനെ കുറിച്ച്, നമ്മുടെ ഹെൽത്തി ആയിരിക്കണം, ലൈഫ് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഇത്രയും പ്രോട്ടീൻ ആവശ്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യണം. അതിൽ വേറെ ഒരു ഇതുമില്ല. പിന്നെ ഞാൻ ഇന്നലെ ഒരു റീൽ കണ്ടായിരുന്നു. അതിൽ ഒരു ടർഫിൽ കളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ടർഫിൽ നമ്മൾ കളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് റൈറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മിക്കുള്ളവരും ടർഫ് ഒരു ഹാർഡായിട്ടുള്ളൊരു പ്രതലമാണ്. അപ്പോൾ അതിൽ കളിക്കുമ്പോഴത്തേക്കും നമ്മളെ കാലിന് കൂടുതൽ ഇഞ്ചുറി വരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. നമ്മളാ ഒരു കിട്ടുന്ന പ്രഷർ ഭയങ്കരമാണ്. അപ്പം പെട്ടെന്ന് നമ്മളെ ലിഗമെൻറ്റിനൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം ടർഫിൽ കളിക്കുന്നതൊക്കെ ഒഴിവാക്കുക. സാധാരണ നമ്മൾ മഡ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമ്മളെ സാധാരണ ഗ്രൗണ്ടുകളിലൊക്കെ പോയി ഓടുകയും ചടുകയൊക്കെ ചെയ്യുന്ന വലിയ വിഷയമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ പത്രവാർത്തയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ന്യൂസുകളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അറിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാകും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.